എന്താണെന്നറിയില്ല, ഈ ഒരു തീം എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെയും കറങ്ങി തിരിഞ്ഞെത്തും. ആൺകുട്ടികളാണെങ്കിൽ ഇന്ന തീം, പെൺകുട്ടികളാണെങ്കിൽ ഇന്ന തീം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർക്ക് ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അധികം ബോയ്സ് ആണെന്ന് പറയുമ്പം ഈ ഒരു തീം ആയിരിക്കുമല്ലോ പൊതുവെ ഉണ്ടാവുക. പിന്നെ റെയറായിട്ടാണ് മറ്റുള്ള തീംസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ ബട്ടർ സ്കോച്ച് ½ kg കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അടുത്ത ബർത്ത്ഡേൻ്റെ ആൾക്കാർ വീണ്ടും വരാനുള്ള സമയം ആവാറായി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റിംഗ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോഴാണ് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ഒരുപാട് വീഡിയോസ് ഗാലറിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കുറേ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് വാങ്ങിയ കസ്റ്റമർ തന്നെ എന്തേ വീഡിയോസ് ഒന്നും ഇടാത്തേ, നമ്മുടെ വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ എന്നുള്ള ചില നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ചോദ്യം വരെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം തന്നെ കുത്തിയിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മാഷാഅല്ലാ കുറച്ച് തിരക്കുള്ള സമയങ്ങളായതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് പെൻഡിങ്ങിലാണ്. പിന്നെ കുറേ എഡിറ്റിങ്ങിലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ സ്റ്റോറേജ് ഇഷ്യൂസ് വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓരോന്നും പൊക്കി എടുത്ത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇത് വരുന്നത് ½ kg ബട്ടർ സ്കോച്ച് ആണ്. ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്ത് 5 ഇഞ്ചിൻ്റെ ടിന്നിൽ കുറച്ച് ടോളായി കിട്ടാൻ വേണ്ടിയിട്ട് 5 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 3 ലെയേഴ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സ്പഞ്ചിൽ നമ്മൾ ടൈഗറിൻ്റെ മിക്സ് ചേർത്തിട്ടാണ് ആ ഒരു കളർ വന്നിട്ടുള്ളത്. അത് നോർമലി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ലെയർ വെച്ചിട്ട് നമ്മൾ സിറപ്പ് വെച്ച് വെട്ടി ചെയ്തിട്ട് നമ്മുടെ ഓൾറെഡി നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം വെച്ചു. എന്നിട്ട് നല്ല രീതിയിൽ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ പ്രലൈന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കാഷ്യൂസും ബദാംസും ചേർത്തിട്ടുള്ള പ്രലൈനാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽഡാണ്, അത്യാവശ്യം നല്ല ഫില്ല് ചെയ്തിട്ടുള്ള റിച്ച് ആൻഡ് പ്രീമിയം സ്റ്റൈലിലുള്ള കേട്ടോ ഈ ഒരു ബട്ടർ സ്കോച്ച് എന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സോസും പ്രലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ കേക്കിൽ അത്യാവശ്യം ഫില്ലിങ്സ് മാഷാഅല്ലാ നല്ല രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്കും അത്രയും നല്ല രീതിയിൽ കിട്ടുന്നത്. തീമൊന്നല്ലേ ഇതന്നെ ഒരുപാട് ഫോട്ടോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് ഓൾറെഡി വെച്ചേക്കും കേട്ടോ. പല കസ്റ്റമേഴ്സും പല കാര്യങ്ങളാണ് പറയുക. അപ്പോൾ ഏതാണ് വേണ്ടേ എന്നുള്ള ആ ഒരു ഡൗട്ട്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഞാനിത് എടുത്ത് വെക്കും. എന്നിട്ട് കസ്റ്റമറിനോട് ആണാണോ പെണ്ണാണോ എന്ന് ആദ്യം ചോദിക്കും കേട്ടോ. എന്നിട്ട് അവർക്ക് ഏതാണ് കാർട്ടൂൺ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ചറിഞ്ഞ് വെക്കും. എന്നിട്ട് അവർ തന്നെ റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ച് ചേഞ്ചസ് വരുത്താൻ പറഞ്ഞില്ലെങ്കിൽ വരുത്തും. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും ഇതിങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുത്തട്ടെ. ചില കസ്റ്റമേഴ്സ് ഇങ്ങനെയാണ് കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു തരും. അവർ തീം മാത്രം പറഞ്ഞു തരും. ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്പൈഡർമാൻ ആണ്. അപ്പോൾ ആ സ്പൈഡർമാന് ഓരോ കേക്ക് ചെയ്യുന്ന സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റ്സ് ആട്ടോ ഞാൻ മാക്സിമം വെക്കാൻ ശ്രമിക്കാറുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കിലും മാറ്റി മറിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഗേൾസിനാണെങ്കിലും പല ടൈപ്സിലുള്ള ഫോട്ടോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് പറയുന്ന സമയത്ത് ടക്കേന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഡിസൈൻ ജസ്റ്റ് അയച്ചു കൊടുക്കും. ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതിയോ, യുണീക്കായിട്ട്, അതായത് അധികം ആൾക്കാരും പറയുക എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ഡിസൈൻ വേണ്ട, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും ഫോട്ടോ പ്രിൻറ്റ്സും വെക്കണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ പല ഫോട്ടോ പ്രിൻറ്റും പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവെക്കും. അപ്പോൾ അത് കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു ടൈപ്പിൽ മതിയോ ചോദിക്കുമ്പോൾ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും കേട്ടോ. കേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓക്കെ ഇത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് അവർ ഓക്കെ പറയും. അപ്പം ഞാനിതിപ്പം അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പൈഡർമാൻ തീം ½ kg കുറച്ച് ടോളായിട്ട് ചെയ്താൽ കുറച്ച് ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ½ kg അധികം പരത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനൊന്നും കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ടോളാക്കിയിട്ട് ഞാൻ ചെയ്ത് ഓഫ് വൈറ്റ് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓഫ് വൈറ്റ് കളർ കൊടുത്ത് പിന്നെ നമ്മൾ ഈവൺ ആയിട്ട് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പ് ബാഗിൽ ചെയ്യുക. ഞാൻ ഇടയ്ക്കൊക്കെ ഇച്ചിരി മടിയുള്ള ആളാണ്, അധികം ഞാൻ പാലറ്റ് നൈഫ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. പിന്നെ വീഡിയോ എടുക്കണം, സ്റ്റുഡൻസിന് കുറച്ച് കാര്യങ്ങളൊക്കെ ടിപ്സും ട്രിക്സൊക്കെ പറയണം എന്നുള്ളത് വരുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഷോർട്സിലോ റീൽസിലോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യും. ചില സമയത്ത് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാറില്ല കേട്ടോ. അക്കാര്യത്തിൽ കുറച്ച് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. കാരണം ഈ പാലറ്റ് നൈഫ് ആകുമ്പോൾ സ്പോട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വീഡിയോ പർപ്പസിനാണല്ലോ പല കാര്യങ്ങളും എടുത്ത് ചെയ്യാം.
അപ്പോൾ ഇതാ സൈഡിലും മുകളിലും ഒക്കെ അത്യാവശ്യം ക്രീം കൊടുത്തിട്ട് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് ഷാർപ്പ് പേജ് ചെയ്യും. കാരണം നമ്മൾ പ്ലെയിൻ വൈറ്റിലും ഓഫ് വൈറ്റിലും ഇത് പല ഡിസൈൻസും വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം നമ്മൾ ഓരോ കേക്കിനും ഓരോ ഡിസൈൻസും ആ ഒരു കേക്കിൻ്റെ കളറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഭംഗി. ചിലത് ഞാൻ ഓൾറെഡി പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിൽ നമ്മൾ ഡിസൈൻസ് വെക്കുന്ന സമയത്ത് ഒരു മാച്ചിങ് കുറവ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഓഫ് വൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള ഏത് കളേഴ്സും അങ്ങനെ ചൂസ് ചെയ്തിട്ടാട്ടോ വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ പ്രിൻറ്റ് ഈ ഒരു പ്രിൻ്റാണ് വെറൈറ്റി ആക്കിയിട്ട് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം പ്രിൻറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ട് വെച്ചത്. അതിൽ നിന്ന് കുറച്ചെണ്ണം ചൂസ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ചില സമയത്ത് ചില കസ്റ്റമേഴ്സ് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടു തരുന്ന സമയത്ത് നമുക്ക് ഏത് വെക്കണം എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ നമുക്ക് സ്വന്തം തീരുമാനിക്കാൻ പറ്റും. പിന്നെ ചില സമയത്ത് അതൊരു ടെൻഷനുമാണ്, ഏതാ വെക്കുക, ഇത് വെച്ച ശരിയാവോ അത് വെച്ച ശരിയാവോ എന്നുള്ളൊരു ടെൻഷൻ വേറെ ഉണ്ടാവും. നമ്മൾ എത്ര കേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും പുതിയ കേക്ക്സ് ചെയ്യുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെയുള്ള. പക്ഷെ മാഷാഅല്ലാ ഇതുവരെ കൊണ്ടുപോയിടത്തോളം എല്ലാവരും ഒന്ന് വെറൈറ്റി ആയിട്ടും ഒന്ന് വ്യത്യസ്തമായിട്ടുമൊക്കെ കാണുമ്പോൾ കുറച്ച് ഭംഗി കൂടുതലുണ്ട് എന്ന് പറയുന്നുണ്ട്. ടേസ്റ്റ് വൈസും ഡിസൈൻ വൈസും ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ഓരോ ഫോട്ടോസിനും ഓരോ സൈസിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈന് പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഡിസൈനിന് മാച്ചിങ് ആയിട്ടുള്ള സൈസ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ വലുതും ചെറുതും ഒക്കെ ആയിട്ട് മുകളിൽ സ്പൈഡർമാനിനെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരു ബിൽഡിങ് വന്നത് നടുക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്പൈഡർമാൻ പുറത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിനെ 2 പീസാക്കി മാറ്റിയിട്ടാണ് കേട്ടോ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ വെക്കണോ ഇവിടെ വെക്കണോ ആ ഒരു കൺഫ്യൂഷൻ കേക്ക് കൊടുക്കുന്നത് വരെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് വെച്ച് പേരും കാര്യങ്ങളും ഞാൻ അവിടെ സ്ക്വയറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ വൈറ്റും റെഡും തന്നെയാണ് ഫോണ്ടൻ്റ് വൈറ്റിൽ റെഡ് കളറിൽ നമ്മൾ പേര് എഴുതിയിട്ട് വെച്ചു. പിന്നെ കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ടായതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, കാരണം പ്ലെയിൻ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുമ്പോൾ ഒരു ഭംഗി കുറവ് തോന്നി. അപ്പോൾ ½ kg ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിൻറ്റും കാര്യങ്ങളും വെക്കാനും പറ്റില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കൂടെ വെച്ച് ആ സ്പൈഡർമാനെ ഒന്നെടുത്ത് മുന്നോട്ടേക്കും വെച്ച് സെറ്റാക്കിയിട്ടാണ്. അപ്പം അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ഓരോന്നും വെച്ച് വരുമ്പോഴാണല്ലോ ഒന്നിന് വെക്കാനുള്ള സ്ഥലമില്ല, ഇതിന് നിൽക്കാനുള്ള സ്ഥലമില്ല എന്നൊക്കെ തോന്നുക. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നെടുത്തിട്ട് ഞാൻ എന്താ ബാക്കിലും കൂടെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കുറേ ആർഭാടമാക്കുന്നില്ലെങ്കിലും കുറച്ച് വെച്ചിട്ട് ഒരു ഇച്ചിരി ആർഭാടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റിലുള്ള നമ്മുടെ ബട്ടർ സ്കോച്ച് ½ kg സ്പൈഡർമാൻ ഫോട്ടോ പ്രിൻറ്റ് തീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസും ടിപ്സും ട്രിക്സിനും വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാ ID ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.